തിരുവനന്തപുരത്ത് വെള്ളറട കിളിയൂരിൽ അച്ഛനെ മകൻ കൊലപ്പെടുത്തിയ സംഭവത്തിന് പിന്നിൽ ബ്ലാക്ക് മാജിക് ആണെന്ന് സംശയം. മുറിയിൽ നിന്നും ഓം പോലെയുള്ള ശബ്ദം കേൾക്കുമായിരുന്നുവെന്ന് പ്രജിന്റെ അമ്മ സുഷമ്മയുടെ വെളിപ്പെടുത്തൽ. കഴിഞ്ഞ 7 വർഷത്തിലധികമായി മകനെ ഭയന്നാണ് ജീവിച്ചത്. കൊച്ചിയിൽ നിന്നും സിനിമാ പഠനം കഴിഞ്ഞെത്തിയ ശേഷമാണ് പ്രജിനിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. മുറിക്കുള്ളിൽ ബ്ലാക്ക് മാജിക് ആണ് നടക്കുന്നതെന്ന് ഇപ്പോഴാണ് അറിഞ്ഞതെന്നും മകൻ ജയിലിൽ നിന്നും പുറത്തു വന്നാൽ തന്നെയും കൊല്ലുമെന്നും സുഷമ്മ റിപ്പോർട്ടറിനോട് പറഞ്ഞു. കേൾക്കാം. അവൻ എത്ര ദേഷ്യപ്പെട്ടാലും മോനെ മോനെ എന്ന് വിളിച്ച് ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കും. ചൈനയിൽ പഠനമെല്ലാം പൂർത്തിയാക്കി ഗ്രാജുവേഷനും കഴിഞ്ഞു. ഒരു കോഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞ് എന്തോ സിനിമ ആക്ടറായിട്ടാ അങ്ങനെ എന്തോ എറണാകുളത്ത് അങ്ങനെ ഏതാണ്ട് 1.5 ലക്ഷം രൂപ അപ്പോഴങ്ങനെ കൊടുത്തു. എന്നിട്ട് കോഴ്സ് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ അവന് സ്വഭാവം വീണ്ടും ഭയങ്കര മാറ്റം. അതിനുശേഷം ഇവൻ ഈ മോൻ ചർച്ചിൽ വരില്ല, വിളിക്കുമ്പോഴൊന്നും പിന്നെ ഞാനിനി അങ്ങോട്ടില്ല എന്ന് പറയും. അപ്പോഴവൻ എപ്പോഴും ഈ ഓം എന്നൊക്കെ ഉള്ള അശരീരിയായിട്ടുള്ള ഓം എന്തോ ഒരു വൈബ്രേഷൻ പോലെ ഈ ഹിന്ദുവിൻ്റെ എപ്പോഴും അത് ഇവൻ പുറത്തിറങ്ങിയാലും ഇട്ടിട്ട് ഇറങ്ങും. മുകളിൽ നമുക്ക് കയറാൻ പറ്റില്ല, റൂം പൂട്ടിയിട്ടാണ് അകത്ത് നിൽക്കുന്നത്. നമുക്ക് റൂം തുറക്കാനുള്ള അനുവാദമൊന്നുമില്ല. നമ്മളവിടെ അവൻ്റെ പടി ചവിട്ടിയെന്നായ അവൻ ഉടൻ നമ്മളെ പ്രതികരിക്കും. വല്ലാത്ത ഭീഷണിയാണ് നമുക്ക്. മകൻ പുറത്ത് വന്നാൽ എനിക്ക് ഭയം തന്നെ. ഞാൻ എൻ്റെ ഭർത്താവിനെ ഇങ്ങനെ ചെയ്തപ്പോൾ ഞാൻ ഇനി ശ്രമിക്കാനൊട്ടുമില്ല ഞാൻ രക്ഷപ്പെടുത്താനായിട്ട്. അതുകൊണ്ട് അവൻ വന്നു കഴിഞ്ഞാൽ ഇനി അടുത്ത് ഞാൻ എന്തെങ്കിലും ഈ പറയണത് അവൻ കേട്ട് കഴിഞ്ഞാൽ എൻ്റെ മോളെ ഞങ്ങൾ പൂർണ്ണമായിട്ട് നഷ്ടപ്പെടും. വല്ലാത്ത സങ്കടമാണ്. മകനെ ഭയന്ന് കഴിയുന്ന ഒരു അമ്മയാണ്. അരുൺ സോളമൻ ചേരുന്നു. അരുൺ, വല്ലാത്ത സങ്കടപ്പെടുത്തുന്ന വാർത്തയാണത്. ആഭിചാരക്രിയകളൊക്കെ തന്നെയാണോ ഉള്ളത്? ആ മുറി നോക്കുന്ന സമയത്ത് മൊത്തം ഒരു ദുരൂഹതയും നിഗൂഢതയും ഒക്കെ ഉണ്ടല്ലോ അരുൺ. തീർച്ചയായിട്ടും അരുൺ, ഏറെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു നാടിനെ തന്നെ നടുക്കിയ ഒരു സംഭവമായിരുന്നു ഈ ബുധനാഴ്ച വെള്ളറട കിളിയൂരിൽ നിന്നും വന്ന വാർത്ത. ഏകദേശം രാത്രി 9:45 സ്വന്തം അച്ഛനായിട്ടുള്ള ചാരുവിള ജോസിനെ മകൻ പ്രജിൻ വെട്ടിക്കൊലപ്പെടുത്തുന്ന വാർത്ത പുറത്തു വന്നത്. പക്ഷേ ആ വെട്ടിക്കൊലപ്പെടുത്തിയതിനു ശേഷം ഉടൻ തന്നെ പ്രജിൻ വെള്ളറട പോലീസ് സ്റ്റേഷനിലെത്തി ആ പോലീസിന് കൊടുത്ത ആദ്യ മൊഴി എന്ന് പറയുന്നത് തന്നെ സ്വതന്ത്രമായി ജീവിക്കാൻ ഈ രക്ഷകർത്താക്കളായിട്ടുള്ള സുഷമയും ജോസും അനുവദിക്കുന്നില്ല എന്നുള്ളത് തന്നെയായിരുന്നു. ആ മൊഴിയിൽ അദ്ദേഹം ഉറച്ചു നിന്നതിനപ്പുറം മറ്റൊരു കാര്യവും പോലീസിനോട് പറഞ്ഞിട്ടില്ല. പോലീസിനോട് അന്വേഷണ സംഘത്തോടും സഹകരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് പിന്നെ അറിഞ്ഞത്. ഇപ്പോൾ തൊഴുക്കൽ ജയിലിൽ ഈ പ്രജിൻ റിമാൻഡിലാണ്. കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ സംഘം ഈ കിളിയൂരിലുള്ള വീട്ടിൽ പോയപ്പോൾ കണ്ട കാഴ്ച ഏറെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഈ ബ്ലാക്ക് മാജിക്കിൻ്റെ എല്ലാവിധത്തിലുള്ള സംശയങ്ങളെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത്തരത്തിൽ അവിടെ നടന്നു വന്നിരുന്നു, ആ മുറിക്കുള്ളിൽ നടന്നു വന്നിരുന്നു. കഴിഞ്ഞ 6-7 വർഷമായിട്ട് അച്ഛനെയും അമ്മയും വളരെ അടിമകളാക്കി വച്ചിരുന്നു. അങ്ങനെ ഒരാൾ സ്വതന്ത്രമായി ജീവിക്കാൻ അനുവദിച്ചില്ല എന്ന് പറയുമ്പോൾ വളരെയധികം വൈരുദ്ധ്യമുണ്ട്. കാരണം വീട്ടിനുള്ളിൽ ഇയാൾ ഈ കോവിഡ് കാലത്ത് ചൈനയിലായിരുന്നു പഠിച്ചു വന്നിരുന്നത്. കോവിഡ് കാലത്ത് അവിടെ നിന്ന് മടങ്ങി വന്നതിന് ശേഷം വീണ്ടും സിനിമാ പഠനത്തിനായിട്ട് കൊച്ചിയിലേക്ക് പോകുന്നു. ആ പഠനത്തിന് ശേഷം കൊച്ചിയിൽ നിന്നും വീണ്ടും വീട്ടിലേക്ക് വരുമ്പോഴാണ് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ മകനിൽ ഉണ്ടായതെന്ന് പറയുന്നു. അതുവരെ ഒരു ക്രിസ്തീയ കുടുംബമായിരുന്നു. വളരെയധികം പള്ളിയിൽ സജീവമായി പള്ളിയിൽ പാട്ടുപാടുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്തു വന്നിരുന്ന പ്രജിനിൽ നിന്നും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. മുറിയിൽ നിന്നും ഈ പറഞ്ഞതുപോലെ ഓം പോലുള്ള ഒരു ശബ്ദം പുറത്തുനിന്ന് കേൾക്കുന്നു. 1ാമത്തെ ഫ്ലോറിലേക്ക് മുകളിലോട്ട് കയറാനായിട്ട് ഈ രക്ഷകർത്താക്കൾക്ക് അനുവാദമുണ്ടായിരുന്നില്ല. സ്ഥിരമായിട്ട് അച്ഛൻ ജോസിനെ കഴുത്തോട് ചേർത്ത് പിടിച്ച് മുകളിലേക്ക് ഉയർത്തുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു. വളരെ പ്രകോപനമായിട്ടും വളരെ വഴക്കിടുകയും മർദ്ദിക്കുകയും ചെയ്യുന്ന, ഇരുവരെയും മർദ്ദിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അരുൺ, ഈ മുറിക്കുള്ളിൽ പലവിധത്തിലുള്ള ബ്ലാക്ക് മാജിക്കിന് സാമ്യമുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ കണ്ടത്. പ്രധാനമായും ഈ ദിവസം കൊലപാതകം നടക്കുന്നതിന് മുൻപ്, അതായത് ബുധനാഴ്ച കൊലപാതകം നടക്കുന്നു, തിങ്കളാഴ്ച ഇവരെയും കൂട്ടി ഒരു മനോരോഗ വിദഗ്ധനെ തിരുവനന്തപുരത്ത് ഒരു ക്ലിനിക്കിലേക്ക് പോകുന്നു. മുൻകൂട്ടി തനിക്കൊരു മനോരോഗമുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇയാൾ നടത്തിയിരുന്നു. പക്ഷേ ആ ഡോക്ടർ പറഞ്ഞത് ഇയാൾക്ക് മനോരോഗമില്ല എന്ന് പറഞ്ഞ് രക്ഷകർത്താക്കൾക്കൊപ്പം തിരിച്ചയക്കുന്നു. ബുധനാഴ്ച ഒരുമിച്ചിരുന്ന് 9 മണിക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം അച്ഛൻ സോഫാ സെറ്റിൽ കിടന്നുറങ്ങുന്നു. തിരിച്ച് അവിടെ നിന്ന് ഒരു 9:15 ഇറങ്ങി വന്ന് അച്ഛനിൽ നിന്ന് തന്നെ 10 രൂപ വാങ്ങി സിഗരറ്റ് വാങ്ങി വലിച്ച് തിരിച്ച് വന്ന് 9:45 വെട്ടിക്കൊലപ്പെടുത്തുന്നത്. ലാസ്റ്റ് അദ്ദേഹത്തെ കഴുത്തെറുത്ത് കൊലപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ വളരെ മരവിപ്പോടുകൂടി സുഷമ കാണുന്നു. ഏറ്റവും ഒടുവിൽ
ഇപ്പോൾ 4-5 ദിവസം കഴിയുമ്പോഴാണ് ഈ മുറിക്കുള്ളിൽ ഇങ്ങനെയൊക്കെ നടന്നു എന്നുള്ളത് അമ്മ അറിയുന്നത്. വളരെ ഞെട്ടലുണ്ട്. ഇപ്പോഴും അവർക്ക് ഭയമുണ്ട്. ചെന്താമരയൊക്കെ പോലെ ഇനി ജയിലിൽ നിന്ന് തിരിച്ചു വന്നാൽ തന്നെയും തൻ്റെ ഒരു മകളെയും കൊലപ്പെടുത്തുമെന്നുള്ള ഭയം കൂടി അമ്മ ഇപ്പോൾ റിപ്പോർട്ടിനോട് പങ്കുവച്ചിരിക്കുകയാണ് അരുൺ. ഓക്കെ അരുൺ, ആ സംശയം നമുക്ക് അസ്ഥാനത്തല്ല. ഇയാളെ പോലെയുള്ള കക്ഷികളൊക്കെ എന്താ ചെയ്യല്ലേ? ഇങ്ങനെയൊക്കെ ആൾക്കാർ പെരുമാറി തുടങ്ങിയാൽ മന്ത്രവാദം എന്നൊക്കെ പറഞ്ഞ് വീടിനകത്ത് അടച്ചിരിക്കുക, ഇതേപോലെയുള്ള ശബ്ദങ്ങളൊക്കെ കേൾപ്പിക്കുക, അച്ഛനെ പിടിച്ച് കഴുത്തിൽ പിടിച്ച് പൊക്കി വെക്കുക, ഇതൊക്കെയാണോ മന്ത്രവാദവും ആഭിചാര ക്രിയകളും ഒക്കെ? എന്ത് ചെയ്യാൻ സാധിക്കുമല്ലേ? അപ്പോൾ